അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ സബീഷ് യാതൊരുവിധ പണിക്കും പോണ ആളല്ല. അപ്പോൾ അവിടെ ഒരു പുള്ളി കോൺട്രാക്ടർക്കാണ് ഗോപിച്ചേട്ടന്. അപ്പോൾ രാവിലെ അമ്മ പറഞ്ഞു, നിങ്ങൾ ഈ ചെറുക്കനെ ഇവിടെ കെട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല, 10-12 മണിയാവും അവനെ എനിക്കിപ്പോൾ. എന്നിട്ട് നേരെ ഒരു ചൂണ്ടെടുത്ത് വെച്ചിട്ട് തോട്ടിപ്പോയിരിപ്പോൾ പരിപാടി. എനിക്ക് കവലക്കെട്ട് കിടക്കാനുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞതെന്നറിയാമോ? ഈ ചെറുക്കനെ പണിക്കുണ്ടോ? ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എന്നെ ഞാൻ അവനെ പണിയൊന്നും അറിയാൻ പാടില്ല, പിന്നെ എന്തിനാ കൊണ്ടുപോകണേ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ചെറുക്കനെ ഇവിടെ നിർത്താൻ പറ്റില്ല, കൊണ്ടുപോക്കോ. സബീഷ വാട പണിക്കുവാ. ഞാൻ വല്ല നീ വന്നം. അതെ, ഒരു കാര്യമുണ്ട്, നിനക്ക് പണി അറിയാൻ പാടില്ലെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം, കൂടെയുള്ള പണിക്കാർക്കും അറിയാം. അപ്പം നീ പണിയൊന്നും എടുക്കൊന്നും വേണ്ട, തൊട്ടും പിടിച്ചൊക്കെ നിന്നാൽ മതി. വൈകുന്നേരം ആകുമ്പോൾ പണിക്കാശ് ഞാൻ തരാം. പിന്നെ വൈകുന്നേരം മുതലാളി വരുമ്പോൾ പണി അറിയാവുന്ന സെറ്റപ്പിലൊക്കെ ഒന്ന് നിന്ന് തന്നേക്കണം, ബാക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സബീഷിനെ കൊണ്ടുപോയി. അവിടെ ചെന്നു, പണി തേപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. ഇവൻ ഹോളോ ബിഡ്സൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റും, ചട്ടി ഒന്ന് കഴുകി വയ്ക്കും, കൊലശേടൊന്ന് തൂത്ത് വയ്ക്കും. അങ്ങനെ നിന്ന് വൈകിട്ടായി. മുതലാളി കുടുംബം വന്നേക്കുക പണി കാണാൻ വേണ്ടിയിട്ട്. നോക്കി ഇങ്ങനെ നിന്നു. അപ്പോഴാണ് ഇവന് കത്തിയത് പണി അറിയാവുന്ന ആൾക്കാരുടെ വിട്ട് നിൽക്കാൻ. ഇവനെടുത്തെടുക്ക് പറഞ്ഞു, അച്ചായി എന്നെ കോപ്പയെ കാണിച്ചു വെച്ചാണ് ഇങ്ങനെയാണോ തേക്കണേ? ഇത് മൊത്തം മുഴയും കുഴിയാണല്ലോ, അതെ അവിടെ കടന്നു പോയേക്കണു. മുതലാളി ഗോപിച്ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ നാളെ പോലും വരണ്ട, ആ കൊച്ചു വന്നുള്ളൂ, അതിന് നന്നായിട്ട് പണി അറിയാം വന്നോളൂ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം സബീഷ് മെയിൻ മേസ്ത്രിയായിട്ട് പണിക്ക് തേച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതേപോലെ തന്നെ മുതലാളി ഒന്ന് വെച്ച് പറഞ്ഞു, മോനെ നീ ഇന്നലെ പറഞ്ഞോണോ അല്ലോ, നീ ഇതന്നെ കാണിച്ചു വെച്ചാണ് കംപ്ലീറ്റ് കൊലശേറിൻ്റെ പാടാണല്ലോ. അപ്പോൾ ഇവൻ പറയാം, കൊലശേറും കൊണ്ട് തേച്ചെണ്ണി പിന്നെ തൂമ്പയുടെ പാടുണ്ടാവുമെന്ന്. അതുപോലെ ആ പണി കഴിഞ്ഞ് പണി ഫുള്ള് നിർത്തി വീണ്ടും പഴയ രീതിയിലേക്ക് വന്നു. ഉറക്കം 12 മണി വരെ കിടന്ന് ഉറങ്ങുക. ഒരു ദിവസം ഉറങ്ങി കിടന്ന് ഇപ്പോൾ കട്ടിലിൻ്റെ അടിയിലൊരു കോഴി മുട്ടയിട്ടിട്ട് കോഴി ഇരുന്ന് ഭയങ്കര ലഹളയാണ്, ഭയങ്കര ലഹള. ഇവനാണെങ്കിൽ പ്രാന്ത് പിടിച്ചിട്ടുള്ള, അമ്മച്ചേ ഈ ചെകുത്താൻ കോഴിയിൽ നിന്ന് ഇറക്കി വിടണ്ടോ, കുറേ നേരമല്ലേ കിടന്ന് കാവട്, എന്നാ ചുമ്മാ ഒരു മുട്ടയിട്ടെന്ന് പറഞ്ഞിട്ട് അഹങ്കാരം. അപ്പം അമ്മ അവിടെ നിന്ന് വെച്ച് പറയാ, അതേ കാലത്ത് തന്നെ 5-50 പൈസയുടെ പണിയെടുത്തിട്ടാണ് കിടന്നു വിളിക്കണേ, അല്ലാണ്ട് നിൻ്റെ കൂട്ടമല്ലാതെ. അതോടുകൂടി അവൻ്റെ ആ പണി നിർത്തി. അനുശ്രീ എന്തോ പെരുമ്പാവൂർ വന്നിട്ടുണ്ടോ? പിന്നെ വന്നിട്ടുണ്ട്. പിന്നെ പെരുമ്പാവൂരുകാരെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്വാസിക എല്ലാവർക്കും അറിയാം, ആർട്ടിസ്റ്റാണ്. അവളുടെ നാട് പെരുമ്പാവൂരായിരുന്നു, ഇപ്പോൾ എറണാകുളത്തേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ ജയറാമേട്ടൻ്റെ കൂടെ ഞങ്ങൾ പഞ്ചവർണ്ണത്തത് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു അതില് ജയറാമേട്ടൻ കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് പെരുമ്പാവൂരിന്റെ ഒരു ഏറ്റവും കുറച്ചുള്ള ഭാഷ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എനിക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കള്, എന്റെ സുഹൃത്തൊരു മമ്മി സെഞ്ചുറി പെരുമ്പാവൂരാണ്. ഒരുപാട് പേര് പെരുമ്പാവൂർ, എനിക്ക് ജയറാമേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പരിചയമുണ്ട്, അതുകൊണ്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പെരുമ്പാവൂർ ശൈലി അത്യാവശ്യം പറയാവുന്നതാണ്. അതെ, പറഞ്ഞു നോക്കാലോ. ആരെ പറ്റി പറയണം? അനുശ്രീനെ പറ്റി പറയണോ, രേഖനെ പറ്റി പറയണോ? സ്വയം പറയാമോ, പൊക്കി പറയാമോ? സ്വയം നീ പൊക്കി പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. തുടങ്ങാം. എപ്പോഴായിരുന്നു പെരുമ്പാവൂർ വന്നാർന്നേ? ഞാനൊരു 5-6 വർഷം മുമ്പ് അവിടെയൊക്കെ വന്നായിരുന്നു. അവിടെ കുറെ കൂട്ടുകാരുള്ളല്ലോ എനിക്ക്, അപ്പൊ അവരെയൊക്കെ കാണണ്ടേ, അതിന് വരാണ്ടിരിക്കാൻ പറ്റുമോ? ഈ കൊച്ചിനെ പറ്റി എന്നാ നിങ്ങളുടെ അഭിപ്രായം എന്നാ? ഇത് എങ്ങനെയുണ്ട് കൊച്ചു പെരുമ്പാവൂർക്ക് വന്ന് താമസിപ്പിക്കാൻ പറ്റുമോ കൊച്ചിനെ? അവിടെ ഒന്നും വന്നിട്ട് കാര്യമില്ലാന്ന് മൊത്തം ഭായിമാരോടവേ. അവിടെ അതാന്ന് അവര് നിന്ന് പണിയെടുക്കണ കാരണം ഇപ്പൊ നമുക്ക് പണിയില്ല. ഈ കൊച്ചിനെ അങ്ങോട്ട് വിട്ടാലോ? അവിടെ ഏതെങ്കിലും ഒരു പ്ലൈവുഡ് കമ്പനിയിൽ കണക്കെടുത്തായിട്ട് ജോലി കൊടുക്കാൻ പറ്റുമോ? അവിടെ മറ്റേ അച്ചുകുത്തണുണ്ട് കയ്യിലൊക്കെ. പച്ച കുത്തണ ഇവര് പറയണ ടാറ്റു അതിന് വേറെ അർത്ഥമുണ്ട്. കയ്യിൽ നമ്മള് പച്ച കുത്തണ അച്ചു കുത്തണ എന്നൊക്കെ പറയും. ടാറ്റു കുത്തണേ, കയ്യിലും കാലും മുഴുവൻ നിറച്ച് ടാറ്റു വരച്ചു വെച്ചേക്കാന്നേ. അവിടെ ഒരു രക്ഷയില്ലെന്നേ, നമ്മള് ചെല്ലാൻ പാടില്ല. നീ കടം മേടിക്കുമ്പോ തിരിച്ചു കൊടുക്കണോ, അല്ലെ ചെല്ലാൻ പറ്റിയല്ല. സംഭവം എങ്ങനെ പെട്ടെന്ന് മനസ്സിലായിരുന്നേ? എനിക്ക് ഒരാൾക്ക് ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലേ? നേരത്തെ ഇഷ്ടം നല്ല പരിചയമുണ്ടല്ലേ കടം മേടിച്ച്.